ആ ഇല്ലില്ല, അത് ഞാൻ സംസാരിച്ച് നോക്കട്ടെ. ഹേയ് നോ നോ, അത് കോട്ടയം മൂവ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ ശരി. യെസ് പ്രമോദ്, ഇന്ന് ഞാൻ പോയ അടുത്ത 16-ാം തീയതി തിരിച്ചെത്തു. ദാറ്റ് മീൻസ് 10 days. ഹോപ്പ് യു ക്യാൻ മാനേജ് ഇൻ മൈ ആബ്സെൻസ്. നോ ഇഷ്യൂസ്. ഹോങ്കോങ്ങിലെ കോൺട്രാക്ട് ഉറപ്പിക്കുമ്പോൾ ജസ്റ്റ് ഗിവ് മീ എ കോൾ. ഐ വിൽ ഫ്ലൈ ഡൗൺ ഫോർ ദ സെലിബ്രേഷൻ പാർട്ടി. ഓക്കെ ഡൺ. ബട്ട് എനിക്കിനി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. താൻ ആ സ്റ്റേറ്റ്മെന്റ് ഡ്രാഫ്റ്റ് ഒന്ന് എടുക്കുക. ലെറ്റ് മീ ഗോ ത്രൂ ഇറ്റ്. ഓഫ് കോഴ്സ്, വൈ നോട്ട്. 1 minute. തദേവോസ് സാർ, മിസ്റ്റർ റൊണാൾഡിന്റെ സ്റ്റേറ്റ്മെന്റ് റെഡിയല്ലേ? സാർ ഒരു 10 minute ഇപ്പൊ റെഡിയാക്കാം. എന്താ ഇത്? ഞാൻ ഇന്നലെ തന്നെ കരട് റെഡിയാക്കി തന്നതല്ലേ, പിന്നെ തന്നെ കൂടെ എന്തിനാ ജോലിക്ക് വെച്ചേക്കുന്നേ? ഒരു കാര്യം പറഞ്ഞാൽ അത് സമയത്തിന് ചെയ്യാൻ പോലും കഴിയത്തില്ല. ഇഡിയറ്റ്സ്. സാർ ഇപ്പൊ തരാം. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഫയലിൽ ഡ്രാഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ഇതാ സാർ. നോക്കൂ. Excellent. To the point, focused and brilliant, I would say. താങ്ക് യു. എക്സ്ക്യൂസ് മീ, ബാലകൃഷ്ണൻ. യെസ് സാർ. നിങ്ങളെ 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഈ ലീവിലായിരുന്നു സാർ. എന്നിട്ട് ഇന്ന് വന്നപ്പോൾ ലേറ്റ്. മാത്രമല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും നിങ്ങൾ മര്യാദ ചെയ്തിട്ടില്ല. ഹൗ ആർ ഗോയിങ് ടു മാനേജ് ദിസ് ബാക്ക്ലോഗ്? സാർ അത് ഞാൻ ചെയ്യുന്നുണ്ട് സാർ. Oh, come on. You are getting on my nerves. നിങ്ങൾ അപ്പുറത്തോടെങ്കിലും പോയിരിക്കും. Just be out of my sight. A lawyer with a startup. Vicken Vakil. കൊള്ളാലോ. ഒന്നും പറയണ്ട മിസ്റ്റർ റൊണാൾഡ്. എൻ്റെ അച്ഛൻ്റെ ഓരോ സെന്റിമെന്റ്സ് 4 അണയ്ക്ക് പ്രയോജനമില്ല. ഒരു മൊറോൺ. സോ പോലീസ് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 3 കോടി എന്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പല ഓഫീസുകളിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ക്യാഷ് റിസർവ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, നിങ്ങളുടെ CFM-മായി എനിക്കൊരു സെഷൻ വേണം. പിന്നെ ബുക്സ് ഒക്കെ കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും. That's not an issue. I'll ask him to call you. Yeah. Anyways, rock in the court. താങ്ക് യു. സേഫ് ജേർണി. Yeah, thank you. പ്രമോദ്, എന്താണ് ആ വിക്കൻ വക്കീലിന്റെ പേര്? ബാലകൃഷ്ണൻ. എന്താ മിസ്റ്റർ റൊണാൾഡ്? Nothing. He's really funny. ബാലകൃഷ്ണൻ, സാർ, താൻ ഇൻഡിപെൻഡന്റ് ആയല്ലേ? അല്ല, ഇന്നലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസിൽ അപ്പിയർ ചെയ്ത് പ്രതിക്ക് ജാമ്യം വാങ്ങി കൊടുത്തു കേട്ടു. അത് കുറച്ച് പൈസക്ക് ആവശ്യം വന്നപ്പോ ഒറ്റയ്ക്ക് കേസെടുക്കാൻ തീരുമാനിച്ച പിന്നെ ഒറ്റയ്ക്ക്. സോറി സാർ. നോ എക്സ്പ്ലനേഷൻ. എനിക്ക് ടൈമില്ല. ഞാൻ പറഞ്ഞ ബാക്കി ഡ്രാഫ്റ്റ്സ് വേഗം റെഡിയാക്കണം. മനസ്സിലായല്ലോ? ലെറ്റ്സ് ഗോ. വർഷങ്ങളായി താമസിച്ചിരുന്ന മുറി പോയി. ഇപ്പോ കോളനി കേറിയ ആ ദുഷ്ടൻ എന്നെ കൊല്ലും. അവനെ പേടിച്ചിട്ട് ഞാനിപ്പോ വീട്ടിൽ പോണത്. തിങ്കളാഴ്ച തിരിച്ചു വരുന്ന കാര്യം ഓർക്കുമ്പോഴാ. വരണ്ട. അല്ല, വന്നോ ഒരു 3-4 ദിവസം അവിടെ എന്തെങ്കിലും പറഞ്ഞൊന്ന് കൂട്. അപ്പോഴേക്കും ഞാൻ സ്ഥലം ഒപ്പിക്കാം. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇവിടെ നിൽക്കാം. വന്നേ. അതെ, അതുവരെ എനിക്കൊന്ന് അനങ്ങണമെങ്കിൽ എന്റെ മൂടൊന്ന് ഉറക്കണ്ടേ? എങ്കിലും എനിക്കൊരു മൂട് വരൂ. എന്റെ പ്രാവിന് ജീവനുണ്ടെങ്കിൽ ഞാൻ വക്കീലൊരു മുറി ഒപ്പിച്ചു തരും. കൊക്കിന് ജീവനുണ്ടെങ്കിലെന്നല്ലേ? എനിക്ക് ആ പക്ഷി ഇഷ്ടമല്ല. വൃത്തികെട്ട പക്ഷി, ഒറ്റക്കാലം നിൽക്കുന്ന ഒരു ജന്തു. പാട്ടി. എന്താ അവനെ വിളിച്ചതാ. പുറത്തു വരാൻ ലേറ്റായി. അകത്ത് പോകാനും ലേറ്റ് ആവില്ല. ഇനി അകത്ത് പോണ്ട. കുറച്ച് സമയം കൂടി വേണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡോക്ടറോട്?
സീത ഇന്ന് ഒളിച്ചോടും ആവോ? രാമ 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 അടുത്ത എപ്പിസോഡിലാക്കണേ രാമ 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 രാമ. അമ്മേ അമ്മ എന്നുള്ള രണ്ടക്ഷരങ്ങളിൽ നിനക്ക് വിൽക്കാതെ വിളിച്ചോണ്ടടാ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. ആ മേലെ എഴുതിട്ട് വാ. ഞാൻ മനഃപൂർവ്വം വിൽക്കണതല്ല. എപ്പ നോക്കിയാലും ടി വി ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അവിടെ വേറെ പണിയൊന്നുമില്ലേ? എല്ലാ ആഴ്ച ഇങ്ങോട്ട് കെട്ടിയെടുക്കണ എന്തിനാ? ലോകത്ത് ഇങ്ങനത്തെ ഒരു അമ്മ ഒന്നേ ഉണ്ടാവുള്ളൂ. സാധാരണ അമ്മമാരും മക്കളെന്താ വരാത്തെന്ന് ചോദിക്കും. ഇത് വരുമ്പോഴേക്കും എന്തിനാ വന്നേന്ന്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോഴേക്കും എല്ലാ മാസവും എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ച് കയ്യിലുള്ളത് തീർന്നു പോയിന്ന് പറഞ്ഞു. ഈ മാസം മാസമായിട്ട് വേണ്ടി വരും. ഒന്നുമില്ലേ അമ്മ? കഞ്ഞിയല്ലേ ഇവിടെ? അച്ഛൻ പുറത്തു പോയടാ. അതല്ല കുടിക്കണ കഞ്ഞി. ഇവനൊക്കെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തൂടെ? ഇന്നെങ്ങാനും സീത ഒളിച്ചോടിയ ഇവനെ ഞാൻ തല്ലിക്കൊല്ലും. അച്ഛനൊന്നും ലേറ്റ് നൈറ്റ് ആണോ അമ്മേ? താഴത്ത് പുതുതായിട്ട് തുടങ്ങിയ റിസോർട്ടിലെ ഇപ്പൊ ഏതു നേരം അവിടെ വന്നും പോകുന്ന സായിപ്പുമാർക്കും മദമാർക്കും കഞ്ചാവും കറുപ്പും സപ്ലൈ ഇപ്പൊ പുതിയ പണി. I have a new generation father. Full time കഞ്ചാവ്. അമ്മ കുറച്ച് ഫ്രീക്ക് ആവാൻ നോക്കുന്നു. ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ അവന്റെ ഒരു. അമ്മേ കഞ്ചാവാണെങ്കിലും അച്ഛനൊരു ജീനിയസാ. LLB പാസ്സായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാതെ വില്ലേജ് ഓഫീസർ അതിന്റെ ഗുണം ഉണ്ടായത് ഈ കയ്യേറ്റക്കാർക്കാ. അച്ഛൻ ഒപ്പിച്ചു കൊടുത്ത വ്യാജപ്പട്ടയം വെച്ച് എത്ര ആച്ചായമാരാ 100 കണക്കിന് ഏക്കർ ഭൂമി സ്വന്താക്കിയത്. ഗ്രേറ്റ് ഫാദർ. മമ്മൂട്ടിയുടെ സിനിമയ്ക്കാ പേരുള്ള. നിന്റെ അച്ഛന് ചേരത്തില്ല. പിന്നെ ആ ഫ്രോഡ് ഉണ്ടല്ലോ നിന്റെ അളിയൻ പോലീസ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുമ്പോഴൊക്കെ അമ്മായിയപ്പന് കള്ളും കഞ്ചാവ് കൊടുക്കണമുണ്ട്. തലയ്ക്ക് വെളിവില്ലാതെ ഏത് നേരത്താണാവോ അങ്ങേര് ഈ വീടും പറമ്പും നിന്റെ പെങ്ങക്ക് എഴുതി കൊടുക്കാൻ പോണത്. എഴുതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടമ്മേ. എനിക്കെന്താണ് ഈ വീടും പറമ്പൊക്കെ? എന്നാ നീ പോയി സന്യസിക്കടാ. മിക്കവാറും അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓ എന്റെ പെങ്ങളെ സമ്മതിക്കണം. പിന്നെ ഒരു ഗ്രനേഡിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10 വർഷമായി. നിന്റെ പെങ്ങളെ വെച്ച് നോക്കുമ്പോഴേ അവൻ മാലാഖ്യ. മാലാഖൻ. പശുവിനെ കറന്നാവോ? രാത്രിയിലോ? കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. അതെ ബാലകൃഷ്ണൻ ഇടിക്കാളുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫ്ലോ പോവും അതാ. അതെ ഞാനാണ് DGP. നിങ്ങളെന്തായി പറയുന്നേ? അനുരാധ അത് ഞാൻ അയച്ചതാ. DGP ശരിക്കും DGP മാനസികവും ശാരീരികവുമായ പീഡനത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് DGPക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് S. ബാലകൃഷ്ണനാണ് യുവതിക്കായി വക്കീൽ നോട്ടീസ് അയച്ചത്. ഗുരുതര ആരോപണങ്ങളാണ്. DGPക്കെതിരെ നോട്ടീസോ? അത് പീഡനത്തിന്. ഇനിയും തരാൻ നിൽക്കാൻ നേരം കാണത്തില്ല. ഈപ്പനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഈപ്പൻ കടന്നു പിടിക്കാൻ ശ്രമിച്ച് അപമാനിച്ചു എന്നാണ് അതിൽ ബാലൻസ് ഇല്ല വക്കീല്. ആവശ്യപ്പെട്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ചത് മുട്ടക്കയത്തെ വീട്ടിലേക്കാണ്. ഔദ്യോഗിക മേൽവിലാസത്തിലല്ല എന്നതാണ് ശ്രദ്ധേയം. ഹലോ ആളിയ ഇതെന്താ TV-ല് ന്യൂസ്? എന്താണെന്ന് എനിക്കും അറിയില്ല അളിയ. ആ പെണ്ണ് നമുക്കിട്ട് 8ന്റെ പണിയല്ലേ വന്നത്. DGP അദ്ദേഹത്തിന്റെ തറവാടിന്റെ അഡ്രസ് ആർക്കെങ്കിലും അറിയോ? അവള് നമ്മളെ പെടുത്തിയതാളിയാ. പറഞ്ഞത് മൊത്തം നുണയാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അത് എനിക്കെങ്ങനെ അറിയാം. പക്ഷെ ഒരു കാര്യം, ഈ ലീഗൽ നോട്ടീസുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ശരിയാവും. വെറുതെ കിടന്ന് വിൽക്കണ്ടളിയാ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അളിയനെ ഉടനെ ADGP പൊക്കും. അളിയ നിങ്ങളെ ചതിക്കായിരുന്നല്ലേ?
എന്റെ പൊന്നളിയ അളിയന്റെ പെങ്ങൾക്ക് വലിയൊരു തുക കിട്ടുമെന്ന് ഓർത്ത് ഞാൻ ചെയ്തു പോയതല്ലേ. എനിക്കറിയായിരുന്നു ഇത് ഇത്രയും വഷളാവൂന്ന്. അളിയന്റെ അളിയനാണെന്ന് മനസ്സിലാക്കി ADGP എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് പോലീസ് ക്ലബിലേക്ക്. ഇനി എല്ലാം അളിയന്റെ കയ്യില്ല. ഓക്കെ അളിയ. ഹലോ ഹലോ, ബാലൻസ് തീർന്നു. വണ്ടി എടുക്ക. എങ്ങോട്ട്? പോലീസ് എന്നെ തപ്പി ഇറങ്ങിയുണ്ട്. അയ്യോ, എനിക്ക് ഒന്ന് ആലോചിക്കാൻ സമയം വേണം. കോടതിയിലേക്ക് കിട്ടോ? അവിടെ പോലീസിനെ കയറി പിടിക്കാൻ പറ്റില്ല. അതെ, ബില്ല്. ഇറങ്ങിയോളൂ. മുങ്ങാമെന്ന് വിചാരിച്ചോ വക്കീലേ? റോഡിലൊക്കെ ഞങ്ങൾ സർവൈലൻസ് ക്യാമറ വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാ. വാ, ഒന്ന് വണ്ടി കയറി. വക്കീലേ വന്ന് വണ്ടി കയറി, ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ട്. ഞാൻ അറിയ നമ്മുടെ SI മോഹൻപിള്ളയുടെ അളിയനാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേറെ ആരും വിചാരിച്ചാലും സർ, ഞാൻ എൻ്റെ അളിയനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. നമ്മളുമായിട്ടൊന്ന് സഹകരിക്കണമെന്ന് പറയാനാ. ശരി, പെട്ടെന്നാവട്ടെ. മാഡം ഇപ്പൊ അകത്തേക്ക് വിളിക്കും. ശരി സാർ, വന്നേ. ഇവര് വെറുതെ എന്തിനു? ഒന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. എന്തു വന്നാലും എൻ്റെ പേര് പറയരുത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അളിയൻ്റെ അടുത്ത് ആ പെൺകുട്ടി നേരിട്ട് വന്ന് പരാതി പറഞ്ഞു. അളിയൻ നോട്ടീസ് അയച്ചു. ഈ പറയുന്ന KE ഇപ്പം DGP ആയിരുന്നെന്നും നോട്ടീസ് അയക്കുന്നത് അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്കായിരുന്നെന്നും അളിയൻ അറിയില്ലായിരുന്നു. ഓക്കെ, ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട. പോലീസുകാർ ഇടിച്ച് ലാത്തി മൂലത്തിൽ കയറ്റിയാലും അളിയൻ കട്ടാക്കി നിൽക്കണം. ഇല്ലെങ്കിൽ ഇതായി പോകും നമ്മുടെയൊക്കെ ലൈഫ്. അളിയ ഒന്നും പറയണ്ട, നമുക്ക് വലുത് നമ്മുടെ ഫാമിലിയാണ്. അളിയന്റെ പെങ്ങളെ, അളിയന്റെ അച്ഛനമ്മയെ, അളിയന്റെ അളിയനെ. ബി കെയർഫുൾ. ഓക്കെ സാറേ, പുള്ളി സഹകരിക്കുന്നു. അത് നന്നായി. ഈശ്വര പാവത്തിന് രക്ഷിക്കണേ. അനുരാധ എന്ന പെൺകുട്ടി താങ്കളെ വന്ന് കാണുന്നു. ഒരു മിസ്റ്റർ KE ഈപ്പൻ അവരെ മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ലീഗൽ നോട്ടീസ് അയക്കണമെന്ന് അവർ പറഞ്ഞു. അതാണ് ഉണ്ടായത്. ചുമ്മാ തലയാട്ടുന്നോ? സേ യെസ് ഓർ നോ. യെസ്. തന്നെ എവിടെ വെച്ചാ അവള് കണ്ടത്? എന്റെ താമസ സ്ഥലത്ത് വെച്ചാ. കൊള്ളാവുന്ന ഇത്രയും വക്കീലന്മാരുള്ളപ്പോ അവള് തന്റെ അടുത്ത് വരാൻ എന്താ കാരണം? അതും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരാൻ മടിക്കുന്ന, ക്രിമിനൽസും ആന്റി സോഷ്യൽ എലിമെന്റ്സും മാത്രം താമസിക്കുന്ന ഒരു കോളനിയിൽ വെച്ച്. വക്കീൽ എന്തിനാ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്? ദാറ്റ് ഷോസ് ഹിസ് ക്യാരക്ടർ മാഡം. ഇവന്റെ ഈ വിക്ക് തന്നെ ഇവന്റെ ഒരു അടവാണ് മാഡം. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അവനെ ആലോചിക്കാൻ സമയം കിട്ടും. Bring her in. യെസ് മാഡം. ഇതാണോ തന്നെ വന്ന് കണ്ട് ലീഗൽ നോട്ടീസ് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്റെ കക്ഷി അനുരാധ സുദർശൻ? മാഡം ചോദിച്ചു കേട്ടില്ലേ അളിയ? പറ. മോഹനൻ പിള്ള, അളിയനൊക്കെ വീട്ടിൽ മതി. പറ ബാലകൃഷ്ണ, ഞങ്ങളെ മെനക്കെടുത്താതെ. ഇത് ഈ കുട്ടി. യെസ് മാഡം, ഇതാണ് എന്റെ കക്ഷി. എടോ, താൻ എന്തോന്നായി പറയുന്നു? ഇത് ശരിയല്ല മാഡം. എനിക്ക് ഇയാളെ അറിയില്ല, സത്യമായിട്ടും. ഇതാണ് എന്റെ കക്ഷി. ഇല്ല മാഡം, ഇയാളെ പറയുന്നത്. ബാലകൃഷ്ണ, ഇവര് പറഞ്ഞിട്ടാണോ താൻ നോട്ടീസ് അയച്ചത്? അതെ.
ഈ കുട്ടിയെ മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംസ്ഥാന പോലീസ് ചീഫാണെന്ന് ഇവര് തന്നോട് പറഞ്ഞു. ഇല്ല, ഈ ഇന്റർവ്യൂവിന് ഒരു മുതലാളി ഞായറാഴ്ച വീട്ടിൽ ഇവര് പറഞ്ഞത് താൻ കണ്ണടച്ച് വിശ്വസിച്ച് നോട്ടീസ് അയച്ചു അല്ലേ? കാശിന് വേണ്ടി എന്തും ചെയ്യും. എടോ മോഹനം പിള്ളേ, എന്താണോ തന്റെ അളിയൻ ഇങ്ങനെ? സർ, ഈ വിക്കുള്ളത് കൊണ്ട് പ്രൊഫഷണൽ അങ്ങോട്ട് ശോഭിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ കിട്ടുന്ന നക്കാപ്പിച്ച കേസ് വെച്ച് ജീവിച്ചു പോകുന്നതന്നെ. വലിയ പ്രാപ്തിയൊന്നുള്ള ആളല്ല. നമുക്ക് ഇയാളെ വെറുതെ വിട്ടു. എന്താ ഒരു തവണത്തേക്ക് നമുക്ക് ഇയാളെ വെറുതെ അങ്ങനെ പറ്റൂലല്ലേ? എടോ താനൊക്കെ പോലീസാണോടോ? ശരി. വിൻസെന്റ്, യെസ് മാഡം. do you know this Balashran for long? യെസ് മാഡം. ലോ കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. Is he clean? ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അറിഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു വലിയ കളിക്ക് നിൽക്കില്ല മാഡം. നമുക്കിങ്ങനെ ഒരു ലോയറിനെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അയാൾ എന്ത് തെറ്റാ ചെയ്ത്? അയാളുടെ അടുത്തൊരു ക്ലയന്റ് വന്നു, എന്താ ഏതാ നോക്കാതെ ഒരു നോട്ടീസ് വിട്ടു. ബട്ട് ദ മീഡിയ ഇസ് വെരി വിജിലന്റ്. സോ അയാളോട് വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞു വിട്ടേക്ക്. ബട്ട് കീപ്പ് ആൻ ഐ ഓൺ. യെസ് മാഡം. ബാലകൃഷ്ണൻ ഇപ്പൊ പൊയ്ക്കോളൂ. എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. താങ്ക് യു സാർ. ബാലകൃഷ്ണൻ, മീഡിയയുടെ മുമ്പിൽ പോയി വിൽക്കാൻ നിൽക്കണ്ട. യു ഗെറ്റ് മീ? ഏതാണ് ഈ പെണ്ണ്? അപ്പൊ അന്ന് ഞാൻ എന്റെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയ പെണ്ണ് ഏതാ? ആരെങ്കിലും ആട്ടെ. ഏതായാലും കറക്റ്റ് സമയത്ത് അളി ആ പെണ്ണ് എന്നെ ഇവളെന്ന് പറഞ്ഞിട്ട് ഡീൽ ചെയ്തില്ലേ? നന്നായി. ഇനി അങ്ങോട്ട് അളിയൻ തന്നെ എല്ലാം ഡീൽ ചെയ്തോണം. പങ്ങള് ഞാനൊന്ന് DG ആയിട്ട് സംസാരിക്കട്ടെ CM. ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം. അങ്ങനെ സംഭവിച്ചിരിക്കാൻ വഴിയില്ലെന്ന് CMനും അറിയാലോ. ഞാൻ വിളിക്കാം. എന്താ ഈപ്പൻ? വാട്ട് ഈസ് ഹാപ്പനിങ്? സർ, ഐ എം ടോട്ടലി അറ്റ് എ ലോസ് സർ. ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം ഞാൻ കോട്ടയത്തായിരുന്നു. സാറിനറിയാലോ, റേഞ്ച് ഐജിയെ ഞാനന്ന് വിളിച്ചു വരുത്തിയിരുന്നു. സർ, ജില്ലയിലെ മുഴുവൻ സ്റ്റേഷൻ ഓഫീസേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു അന്ന്. അതെനിക്കറിയാം. പക്ഷേ ലഞ്ചിന് ശേഷം ഈപ്പൻ എങ്ങോട്ട് പോയിരുന്നല്ലോ, ഒറ്റയ്ക്ക്, ഇൻ യുവർ ഓൺ കാർ. സർ, അത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മകളുടെ കല്യാണമായിരുന്നു പിറ്റേ ദിവസം. അപ്പൊ തലേ ദിവസം ഒന്ന് മുഖം കാണിക്കാമെന്ന് കരുതി. അങ്ങനെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് മുമ്പ് ഞാൻ എസ്കോട്ട് ഒഴിവാക്കാറുണ്ട്. അന്ന് ഗൺമാനെ ഒഴിവാക്കി. സർ, എന്താണ് സർ മുന വെച്ച് സംസാരിക്കുന്നത്? ആ പെൺകുട്ടിയുടെ വക്കീൽ നോട്ടീസിൽ പറയുന്നത് താങ്കളുടെ ഭാര്യ ഡയറക്ടറായിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിനായി ആ കുട്ടിയെ താങ്കളുടെ കുടുംബ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാൻ ശ്രമിച്ചതെന്നാണ്. കോട്ടയം മുണ്ടക്കയം 45 മിനിറ്റ് യാത്രയേ ഉള്ളൂ. This is plain accusation, sir. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്കെതിരെ നടക്കുന്നത് കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ഒരു ഗൂഢാലോചനയാണെന്ന്. വിത്ത് ആംപിൾ സപ്പോർട്ട് ഫ്രം ദ ടോപ്പ്. Now, that is also an insinuation. എന്റെ തീരുമാനം ഞാൻ പറയാം. നിങ്ങൾക്കെതിരെയുള്ള പെൺകുട്ടിയുടെ പരാതി ADGP ഇന്ദുലേഖ അന്വേഷിക്കും. നിങ്ങൾ തൽക്കാലം ലീവിൽ പോകൂ. ബാക്കിയുള്ള കാര്യം CM തിരിച്ചു വന്നതിന് ശേഷം നിശ്ചയിക്കാം. ഇതുകൊണ്ടൊന്നും ഞാൻ തീർന്നു പോകില്ല സർ. I have survived worse.